ഇപ്പൊ ഷോ കഴിഞ്ഞിണ്ടാവില്ലേ? പിന്നെ എന്താന്ന് അറിയണമെങ്കിൽ അയാളൊന്ന് താഴോട്ടിറങ്ങി വരണ്ടേ? പാൻ ഇന്ത്യൻ പരിപാടി പ്രതീക്ഷിച്ചു വന്നാൽ പാൻ ഇന്ത്യൻ പരിപാടി ഒന്നുമില്ല. കാട്ടിൽ കാട്ടവതാരം എന്ന് വേണം പറയാം. അത്രയ്ക്ക് മോശം പടം. 360 ഡിഗ്രിയിൽ വട്ടത്തിലെ കുഴപ്പമായോ? ഒരു പെപ്പയുടെ ആക്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത്രയും നിരാശ നൽകിയ പടം ഇത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം. ആ ലെവലിലാണ് നശിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഒരു ഹോളിവുഡ് ലെവൽ പോലെ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഒരുമാതിരി ലോക്കൽ നടന്നുകൊണ്ട് ഇട്ട പോലത്തെ അവസ്ഥയാണ് ഫീൽ ചെയ്തത്. അപ്പൊ അതിനൊരു തീരുമാനമായി. ഹനാൻ ഷാക്കെ കൊണ്ടുവന്ന് ഡമ്മിയെ കൊല്ലം നിർത്തിയിരിക്കുന്നത്. എന്തായാലും നേരിടുക തന്നെ. പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ടോർച്ചറിംഗ് ലെവലിലോട്ട് പോയോ? ടോർച്ചർ 2 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ 2 മണിക്കൂറും ടോർച്ചറായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ വെറും വേസ്റ്റ് ആക്കി ഒരുമാതിരി എന്തിനോ വേണ്ടി എടുത്ത് കളഞ്ഞ്. എന്തൊരിത് ഇങ്ങനെയുണ്ടൊരിത് അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. പോരാ, പുള്ളിയെ കൊണ്ടൊന്നും പറ്റുന്നില്ല. പുള്ളി എടുക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ കൊണ്ട് തല വെച്ചു കൊടുത്ത രീതിയിലായി പോയി. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ചുമ്മാ അടി പിടി മാത്രമേ ഉള്ളൂ. പക്ഷെ പുള്ളിയെ കൊണ്ട് പറ്റുന്നില്ല. എല്ലാവരും ചേർന്ന് ശരിക്കും വാരി തന്നെ മറക്കില്ല. ഒന്നും മറക്കണ സ്വഭാവക്കാരനല്ല രാജേന്ദ്രനാഥ്. വളരെ ഭയങ്കര ഡിസപ്പോയിന്റ് ആയിരുന്നു. ഒന്നുമില്ല പടത്തിൽ. വളരെ ഫ്ലാറ്റ് സ്ക്രീൻ പ്ലേയും വീക്ക് സ്ക്രിപ്റ്റും. ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിക്കുക. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നാട് വിടാൻ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ നീ ഒരു ടൂറിലായിരിക്കും. ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. ഫൈറ്റിന് നമുക്ക് ഒന്നും ഫീൽ ആവില്ല. 2 മണിക്കൂർ പടേ ഉള്ളൂ. ഒന്നുമേ ഫീൽ ഇല്ല. ഒന്നുമേ. നമുക്ക് പോവാം. അങ്ങനെ ആദ്യം കഴിഞ്ഞു.